പൂവിന് മാത്രമാണ് ഗുണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറിച്ചെടുക്കാം. വേണ്ടോ, പറിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. പറിക്കുമ്പോൾ ഇതിനകത്ത് കറ കണ്ടോ, നമ്മൾ തലേന്ന് വൈകുന്നേരം പറിച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഈ ഒരു സാധനം വെള്ളത്തിൽ കിടക്കണം. 2 ദിവസം കൊണ്ട് തന്നെ കണ്ണിന് വല്ലാത്തൊരു ചൊറിച്ചിലൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സ്ഥിരമായിട്ട് നമ്മുടെ മൊബൈൽ നോട്ടവും ഈ എഡിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് ഭയങ്കര പ്രശ്നം. അപ്പം ഈ നിൽക്കുന്ന ചെടി കണ്ടോ, ഇത് എന്തോ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ പണ്ട് തൊട്ടേ പലരുടെയും വീട്ടിലുണ്ടായിരുന്നതാണ്. ഇപ്പം പക്ഷേ കാണാനില്ല. ഇതിൽ പൂ തന്നെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു പാലപ്പൂ അല്ലെങ്കിൽ നമ്മുടെ മുല്ലപ്പൂ ഒക്കെ പോലിരിക്കുന്ന വലിയ പൂവാണ്. ഇതിൻ്റെ നമ്മുടെ നാട്ടിലുള്ള പേര് എന്ന് പറയുന്നത് നമ്പ്യാർ വട്ടം എന്നാണ് ഇതിൻ്റെ പേര്. ഈ പൂവിനകത്തും ഇതിലും എല്ലാം കറയുണ്ട്. ഈ കറ നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രശ്നമാണ്. നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ടുള്ള അലർജിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളിതിനെ ഉപയോഗിക്കരുത്. ആ ഉപയോഗിക്കുന്നത് അങ്ങനെ പറഞ്ഞുതരാം. കുറച്ച് നേരം നമുക്ക് ഇതിനെ ഉടനെ വെച്ചേക്കണം, ഈ ഒരു കറയൊന്ന് അടങ്ങുന്ന വരെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല അടിപൊളി കുറച്ച് വെള്ളം, അതായത് ഒരു കുഴപ്പവും ഇല്ലാത്ത നമ്മുടെ പച്ച വെള്ളം വേണം. ശരിക്കും പൈപ്പിൽ നിന്നൊന്നും എടുക്കണ്ട. പൈപ്പിൽ നിന്ന് എടുക്കരുത്. നമുക്ക് കിണറ്റിൽ നിന്ന് കോരാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു പൊടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് പച്ചവെള്ളം നമ്മളിത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പൂവ് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. കുറച്ച് നേരമല്ല, നമ്മൾ തലേന്ന് വൈകുന്നേരം പറിച്ചിട്ട് ഒരു ദിവസം മുഴുവനും ഈ ഒരു സാധനം വെള്ളത്തിൽ കിടക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പം നാളെ നമുക്ക് പകലോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനെ കണ്ണ് കഴുകണം. അത് നമ്മൾ മുഖം കഴുകല്ല. ഇതിനകത്ത് കുറച്ച് വെള്ളം ഈ ഒരു പൂവ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് കുറച്ച് ഇറ്റിച്ച് കൂട്ടത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കണ്ണിൻ്റെ എന്തൊക്കെ പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഇൻഫെക്ഷന് അതല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ടുള്ള പ്രശ്നം, അതുപോലെ നമുക്ക് ഈ ഈച്ച എല്ലാം അടിച്ചിട്ടുള്ള ഒരു മുറിവ്, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു സാധനം കൊണ്ട്.